ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് കിട്ടിയിട്ടുണ്ടല്ലേ? അതെ. ആ, എന്താണ് ഈ റെക്കോർഡ്? എന്നാണ് ഇത്? റെക്കോർഡ് എന്ന് വെച്ചാൽ നമ്മള് വൈറ്റത്തൂടെ നമ്മള് ബുള്ളറ്റ് റോയൽ എൻഫീൽഡ് കയറ്റി ഇറക്കുകയായിരുന്നു റെക്കോർഡ്. 17 എണ്ണമാണ് കയറ്റി ഇറക്കിയത്. 17 അത് കുറഞ്ഞ സമയം കൊണ്ടാണ്, തീരെ കുറഞ്ഞ സമയം കൊണ്ടാണ്, 1 മിനിറ്റ് 40 സെക്കൻഡാണ് വൈറ്റത്തൂടെ കയറ്റി ഇറക്കിയത്. 17 എണ്ണം കയറ്റി ഇറക്കി. എത്ര നാളത്തെ കഷ്ടപ്പാടും ഇതിന്റെ പുറകിലുള്ള എഫേർട്സ് എന്ന് പറയാൻ പറ്റും? ഒരു 8 മാസത്തോളം അല്ല 1 വർഷത്തോളം നമ്മൾ ഉം. ഇതിനു വേണ്ടി പുറകെ നടന്നു. ഉം. കുറെ നാൾ നമ്മൾ ട്രെയിൻ ചെയ്തു. ആദ്യം നമുക്ക് പറ്റത്തില്ലെന്ന് കരുതി, ഇടയ്ക്ക് ഉം. സൈലൻസർ കൊണ്ട് കാല് പൊള്ളിയായിരുന്നു. ആ, അപ്പൊ നമ്മൾ ടയർ കൊണ്ട് നമ്മുടെ കാലിൽ തുടയോടെ മുറിഞ്ഞായിരുന്നു. ട്രയൽ നോക്കുന്ന ട്രയൽ സമയത്ത്. നോക്കുന്ന സമയത്ത് നമുക്ക് കുറെ ഇഞ്ചറീസ് ഉണ്ടായി. ഉം. അന്നേരം ഞാൻ കരുതി ഇത് വേണ്ട, വിട്ടേക്കാം, ഉം. നടക്കത്തില്ല എന്ന് കരുതി. അത് കഴിഞ്ഞ് വീണ്ടും നമ്മളിത് ഒരു വട്ടം ചെയ്ത് നോക്കിയപ്പോഴത്തേക്ക് നമുക്കിത് ഓക്കെ ആകും എന്നൊരു മൈൻഡ് സെറ്റ് വന്നപ്പോഴത്തേക്കാണ് പ്രാവർത്തികമായിട്ട് നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. നമുക്ക് തോന്നിയപ്പോഴത്തേക്കാണ് നമ്മളിത് ചെയ്യാൻ തോന്നിയത്. വീട്ടുകാരുടെ ആ ഒരു സമീപനം എങ്ങനെയായിരുന്നു ഇത് ചെയ്യാൻ? അച്ഛൻ ആദ്യം ഓക്കെ ആയിരുന്നു. അച്ഛനാണ് എനിക്കിത് പറഞ്ഞു തന്നത്. ഈ വൈക്കത്തൂടെ വണ്ടി കയറ്റ്. അച്ഛനാണ് അപ്പം പ്രചോദനം നൽകിയത് ഇതുവരെ പ്രചോദനം attempt ചെയ്യാൻ നൽകിയത് ശ്രമിക്കുന്നത്? അച്ഛനാണ് നമ്മൾക്ക് സപ്പോർട്ട് ചെയ്തതെല്ലാം. കൂടുതൽ അച്ഛനാണ്. അമ്മയ്ക്ക് ആദ്യം പേടിയായിരുന്നു, ശരിയാ. വൈക്കത്തൂടെ ഇത് കയറ്റി ഇറക്കുമല്ലേ. ഉം. അപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു, അമ്മയെ കരാട്ടയുടെ എഞ്ചിൻ എന്ന് പറയുന്നത് നമ്മുടെ വയറാണ്. ഉം. വയറിലൂടെയാണ് നമ്മളത് കയറ്റി ഇറക്കേണ്ടത്. ഉം. എഞ്ചിനോട് നമ്മൾ കയറ്റി ഇറക്കുമ്പോഴത്തേക്ക് നമുക്കത് കൂടുതൽ പ്രചോദനമാകും. മറ്റുള്ള വ്യക്തികൾക്ക്, ഉം. സമൂഹത്തിൽ പ്രചോദനമാകും. നമുക്ക് അവരുടെ മുന്നിൽ ഒരു വിലയാകും. സമപ്രായക്കാർക്ക് ഒരു ഇൻസ്പിറേഷൻ ആകാൻ ആ കഴിയും. എത്രാമത്തെ ഏജിൽ അല്ലെങ്കിൽ എത്രാമത്തെ ക്ലാസ്സിൽ പഠിക്കുമ്പോഴായിരുന്നു ഈ അറ്റംപ്റ്റ്? ഞാൻ 10ാം ക്ലാസ് പഠിക്കുമ്പോഴാണ് ചെയ്തത്. 15 വയസ്സായ സമയത്ത്. ഈ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഇത്രയും റിസ്കി അറ്റംപ്റ്റ്, അതായത് 10ാം ക്ലാസ്സിൽ പഠിക്കുന്നു, ഒരു റിസ്ക് ആയിട്ടുള്ള അറ്റംപ്റ്റ്, ചിലപ്പോൾ പഠനം പോലും നിന്ന് പോകാം, ഒരു ഇഞ്ചറി പറ്റിയ. തീർച്ചയായും പരീക്ഷ സമയത്താണ് നമ്മളിത് ചെയ്തത്. എക്സാം ടൈമിലാണ് നമ്മൾ ചെയ്യുന്നത് തന്നെ. ഉം. അപ്പോഴത്തേക്ക് എക്സാം എഴുതാൻ പറ്റുമോ, നമുക്കല്ലെങ്കിൽ എക്സാമിന് ക്ലാസ്സിൽ പോകാൻ പറ്റുമോ, ഇഞ്ചുറി ആവുമോ, നമുക്ക് എണ്ണിക്കാൻ പോലും പറ്റത്തുള്ള ചിന്തകളായി. ഇഞ്ചറി വണ്ടി കയറ്റി നടുവെല്ലാം പറ്റുമോ, ബോണിന് ഒടിഞ്ഞു പോവോ, അങ്ങനത്തെ ചിന്തകളായി. പരീക്ഷ എഴുതാൻ പറ്റുമോ എന്ന് പോലും ചിന്തയിലായിരുന്നു. കാരണം ഇത് കയറ്റുന്ന സമയത്ത് നമ്മൾ നല്ല പേടിയോട് തന്നെയാണ് ചെയ്തത്. പിന്നെ നമുക്കിത് മൈൻഡ് സെറ്റ് കൺട്രോൾ ആക്കിയപ്പോഴത്തേക്ക് കരാട്ടെ ക്ലാസ്സിൽ മാഷിനോട് ഇത് പറയുമ്പോഴും കൂടെ ട്രെയിൻ ചെയ്യുന്ന കുട്ടികളൊക്കെ എന്തായിരുന്നു അവരുടെ സമീപനം? ട്രെയിൻ ചെയ്യുന്ന കുട്ടികളെല്ലാം എനിക്ക് സപ്പോർട്ടായിരുന്നു. പ്രത്യേകിച്ച് സീനിയർ ഉണ്ട്, പാർപ്പ് എന്ന് പറയുന്നത്. അദ്ദേഹം ബ്രൗൺ ബെൽറ്റ് ആണ്, നാഷണൽ ചാമ്പ്യൻ ആണ്. അദ്ദേഹവും വൈകിട്ട് തുടങ്ങുമ്പോൾ കാറ് കയറ്റിയിട്ടുണ്ട് വൈകിട്ട്. കൂടെ ട്രെയിൻ ചെയ്യുന്ന സീനിയർ ആയിട്ട്? സീനിയറാണ്. ആ സീനിയറാണ് എന്നെ രാവിലെ ക്ലാസ്സിൽ കൊണ്ടുപോകുന്നത്. വീട്ടിൽ വന്ന് വിളിച്ചോണ്ട് പോകും. അയൽവക്കത്താണ് വീട്. വീട്ടിൽ വന്ന് വിളിച്ചോണ്ട് പോയി കൊണ്ടുപോയി എല്ലാം ചെയ്യുന്ന ചേട്ടനാണ്. സപ്പോർട്ട് തന്നതെല്ലാം കൂടുതൽ ചേട്ടനാണ് ക്ലാസ്സിൽ. പിന്നെ അവിടെ മാഷാണ് കൂടുതൽ സപ്പോർട്ട്. ഇതിന്റെ ട്രെയിനിങ് എങ്ങനെയായിരുന്നു? ഈ സ്റ്റൊമക്ക്, ഈ കോർ സ്ട്രെങ്ത് ബിൽഡ് ചെയ്യുക, അല്ലെങ്കിൽ ഈ 8 മാസത്തെ ട്രെയിനിങ് എങ്ങനെയൊക്കെയായിരുന്നു? 8 മാസത്തെ ട്രെയിനിങ് നമുക്ക് വളരെ ഹാർഡായിരുന്നു. വൈറ്റത്ത് നമ്മൾ ഇടിക്കും, മറ്റുള്ളവർക്ക് നമ്മൾ പഞ്ച് ചെയ്യിപ്പിക്കണം വൈറ്റത്ത്. അങ്ങനെ സ്ട്രോങ് ആക്കി. പിന്നെ നമ്മുടെ JCBയുടെ ടയർ, ലോറിയുടെ ടയർ, അതൊക്കെ നമ്മൾ വൈറ്റത്ത് കയറ്റി കണ്ടീഷൻ ചെയ്യുന്നുണ്ടായിരുന്നു. വളരെ നല്ല കഠിനമേറിയ ട്രെയിനിങ് ആയിരുന്നു. 8 മാസം 8 മാസം കഠിനമേറിയ, രാവിലെയും വൈകിട്ടും, ഡെയിലി രാവിലെ വൈകിട്ടും, ഞായറാഴ്ച പോലും രാവിലെ വൈകിട്ടും ഉണ്ടായിരുന്നു. ഈ അറ്റംപ്റ്റ് പൂർത്തീകരിച്ചിട്ടുള്ള ആ ഒരു അടുത്ത നെക്സ്റ്റ് നിമിഷം എങ്ങനെയായിരുന്നു? കയ്യടികൾക്കിടയിൽ നമ്മുടെ ആസ് പെർ പ്ലാനിങ് 8 മാസത്തെ കഷ്ടപ്പാട് നമ്മൾ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ ആ ഒരു മൊമെന്റ് എങ്ങനെയായിരുന്നു? ആ 8 മാസത്തെ നമ്മുടെ ആ ഒരു പ്രശ്നം കഴിഞ്ഞത്, നമുക്ക് ആ ഒരു ലാസ്റ്റ് വണ്ടി കയറി ഇറങ്ങിയപ്പോഴത്തേക്ക് നമ്മള് കരഞ്ഞു, സത്യം പറഞ്ഞാൽ. കാരണം ഇത്ര നാൾ നമ്മൾ ട്രെയിൻ ചെയ്തു, ഇത്ര നാൾ നമ്മൾ ഫുഡ് കൺട്രോൾ ചെയ്തു, കഴിക്കുന്നത് നമ്മൾ ഫുള്ള് കൺട്രോൾ ചെയ്താണ് കഴിക്കുന്നത്. കാരണം നമ്മൾ വയറ് വീണ്ടും നമുക്ക് ലൂസ് ആവാൻ തോറും നമ്മളെ വയറ് സ്ട്രോങ് ആകുന്നത് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കണ്ടീഷൻ മെയിൻറ്റെയിൻ ചെയ്താണ് പോയിക്കൊണ്ടിരുന്നത്. ഇന്ത്യ ഇപ്പൊ കരാട്ടയിൽ ഏത് ബെൽറ്റ് ആണ്? ഞാനിപ്പോ ഗ്രീൻ ബെൽറ്റ് ആണ്. ക്യൂബേഷ്യൻ ശൈലിയിൽ ഫസ്റ്റ് ബെൽറ്റ് ഏതാ? ഫസ്റ്റ് ബെൽറ്റ് നമുക്ക് വരുന്നത് ഓറഞ്ച് ബെൽറ്റ്. ഓറഞ്ച് ആണ്. ആ ഒരു ഫസ്റ്റ് ഗ്രേഡിംഗ് ദിനത്തെ പറ്റിയിട്ടൊന്ന് പങ്കുവെക്കാം. ഫസ്റ്റ് ഗ്രേഡിംഗ് പറയുമ്പോൾ വളരെ ഹാർഡായിരുന്നു. അതിനു മുമ്പ് എന്റെ ട്രെയിനിങ് കണ്ട് ഇഷ്ടപ്പെട്ട് എന്നെ സീനിയർ ക്ലാസ്സിലോട്ട് മാഷ് വിളിച്ചു. അവിടെ പോയി 2 ദിവസം ട്രെയിനിങ് ഉണ്ടായിരുന്നു. അപ്പൊ അവരോട് ഫൈറ്റ് ചെയ്തപ്പോഴാണ് നമുക്ക് റിയൽ ആയിട്ട് നമുക്ക് ഫൈറ്റ് ചെയ്യുന്നൊരു ഫീൽ വരും. കാരണം നമ്മളെക്കാളും സീനിയേഴ്സ് ആണ്, നമ്മളെക്കാളും ബെൽറ്റിന് അവര് മുന്നിലാണ്. അതിന്റെ ഒരു ഫീൽ കിട്ടുന്നത് നമുക്ക് അവിടെ നിന്നാണ്. അപ്പൊ അവിടെ വെച്ചാണ് നമുക്ക് ഫൈറ്റ് ചെയ്യണം, നമുക്ക് ഫൈറ്റ് ചെയ്യാൻ ടഫാണ്, സീനിയേഴ്സ് ആണ് ഒപ്പണന്റ് വരുന്നത്, ടൂർണമെന്റ് ആയിരിക്കും വരുന്നത്, ആ ഒരു ഫീലൊക്കെ തോന്നിയത്. പിന്നെ ഫസ്റ്റ് ഗ്രേഡിങ്ങിന് ചെന്നപ്പോഴത്തേക്ക് ഒരു ഫസ്റ്റ് ബെൽറ്റ് എന്ന് പറയുമ്പോൾ 3 പേരായിട്ട് ഫൈറ്റ് ചെയ്യുന്നതാണ്. 3 പേരായിട്ട് ഫൈറ്റ് ചെയ്ത് 3 പേരും 3 സീനിയേഴ്സ് ആയിരുന്നു. കണ്ടിന്യൂസ് ആയിട്ട് 3 പേരായിട്ട് ഫൈറ്റ് ചെയ്യാം. കണ്ടിന്യൂ ആയിട്ട് 3 സീനിയേഴ്സ്. നമുക്ക് ആദ്യം നമ്മൾ ഫുള്ള് നമ്മൾ ട്രെയിൻ ചെയ്ത് പ്രാക്ടീസ് ചെയ്തു, സ്ട്രെച്ച് ചെയ്തു, നമ്മള് ടെക്നിക്സ് ചെയ്തു. അത് കഴിഞ്ഞാണ് നമുക്ക് ലാസ്റ്റിലാണ് ഫൈറ്റ്. അത്ര ക്ഷീണിച്ചിരിക്കുമ്പോഴാണ് അവസാന ഫൈറ്റ്. കണ്ടിന്യൂസ് ആയിട്ടാണ് ഈ പറഞ്ഞ ബ്രേക്ക് ഇല്ലാതെ.
എത്ര മണിക്കൂർ നീണ്ടു നിൽക്കുന്നതാണ് ഒരു അത് ഗ്രേഡിയൻ കഴിയുമ്പോൾ 1.5 മണിക്കൂർ 2 മണിക്കൂർ കണ്ടിന്യൂസ് കണ്ടിന്യൂസ് ആണ്. ട്രെയിനിങ്? ഇപ്പം 8 ചാമ്പ്യൻഷിപ്പോളം പങ്കെടുത്തിട്ടുണ്ട്. ഇതിനകത്ത് ഏറ്റവും ടഫായിട്ട് തോന്നിയ ഏത് ടൂർണമെന്റ് ആയിരുന്നു? എന്റെ രണ്ടാമത്തെ ടൂർണമെന്റ് ആയിരുന്നു. രണ്ടാമത് ഞാൻ ഫസ്റ്റ് ടൂർണമെന്റ് ചെയ്ത് ഫൈറ്റിംഗ് രീതിയിൽ ചെയ്ത് തന്നെ അവിടെ ചെയ്യാൻ ശ്രമിച്ചു. അതേപോലെ എളുപ്പമാണെന്ന് കരുതി, അത്ര സിമ്പിൾ ആണെന്ന് കരുതി. അപ്പൊ നമ്മൾ 15 സെക്കൻഡ് നോക്കൗട്ട് ആക്കിയതുകൊണ്ട് നമുക്ക് ആ ഒരു കോൺഫിഡൻറ്റോടെ നമ്മൾ ചെന്നപ്പോഴത്തേക്ക് നമ്മൾ കണ്ട പോലെ അല്ല. ഏകദേശം ഒരു 1500 മേളിൽ ഫൈറ്റേഴ്സ് ഉണ്ടായിരുന്നു. അത്രയും പേരെ കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇവിടെ ഫൈറ്റ് ചെയ്യേണ്ട വരും. ഒരു 10-15ഓളം ഫൈറ്റ് ചെയ്യേണ്ട വന്നു. 15ഓളം റൗണ്ട് കൊണ്ടിരുന്നു. 15 ഫൈറ്റ് ചെയ്യണം. 15 ആൾക്കാർ. ഓക്കെ. അതില് 15ഓളം ഫൈറ്റ് ചെയ്തതിലും അതിലെ 15 എണ്ണത്തിൽ 9 എണ്ണം നോക്കൗട്ട് ചെയ്താണ് ജയിച്ചത്. ഓക്കെ. ബാക്കി നമ്മൾ റൗണ്ട് വെച്ച് ജയിച്ചാണ് കയറിയത്. നമുക്ക് കുറെ ഇഞ്ചുറി ഉണ്ടായി. നമ്മൾ ഇതുവരെ കാണാത്ത മുഖങ്ങളാണ് അവിടെ കാണുന്നത്. ഇതുവരെ കാണാത്ത ആൾക്കാരാണ്. അവരെന്താണ് ചെയ്തത്, അവരെന്താണ് പ്രാക്ടീസ് ചെയ്തത്, അവരെന്താണ് അവരുടെ കരുത്ത്, എന്താണ് അവരുടെ ഹൈറ്റിൽ അഡ്വാൻറ്റേജ് ഒന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. ഫൈറ്റ് ചെയ്തതുപോലെ തന്നെ എനിക്ക് ഏറ്റവും ഹാർഡായിട്ട് തോന്നിയ ഫൈറ്റാണ് എന്റെ 4ാമത്തെ ടൂർണമെന്റ് ആണ്, എറണാകുളത്ത് വെച്ചായിരുന്നു. അതൊരു വളരെ ടഫ് കയറിയ ഫൈറ്റ് ആയിരുന്നു. എന്നെക്കാളും പ്രായവും ഏജും എല്ലാം കൂടിയ ആള് പ്രൊഫഷണൽ ബോക്സറാണ്. നാഷണൽ ലെവൽ ചാമ്പ്യൻ ആണ്. നമുക്ക് ഇന്റർനാഷണൽ ഫൈറ്റ് ചെയ്തിട്ട് ഒരാളാണ്. ആ വീട്ടാണ് നമുക്ക് ഫൈറ്റ് വന്നത്. അപ്പൊ അതുപോലെ ഹാർഡായിരുന്നു. ആദ്യം ഞാൻ കുറെ പേടിച്ചു. ആ ഫൈറ്റ് നമ്മൾ അത്രയും 15 ഫൈറ്റ് ചെയ്തു. ആ ഫൈറ്റ് ജയിച്ചു. ആ സ്പോർട്സിന് കൂടെ നമ്മൾ വീണ്ടും അതുപോലെ തന്നെ ഇറങ്ങുകയാണ്. അതുപോലെ തന്നെ ഇറങ്ങി നമ്മൾ ഇത്ര ഹാർഡാ വിചാരിച്ചില്ല. ആ ആള് നമ്മളെ കുറെ നല്ലിട്ട് പഞ്ച് ചെയ്തു. ബോക്സറാണ്, കുറെ പഞ്ച് കിട്ടി. ആ ആള് ബോക്സർ ആയതുകൊണ്ട് ആള് കുറെ ഫൗൾ ചെയ്യേണ്ട വന്നു. ആള് ഫേസിൽ നമുക്ക് കുറെ നല്ല ഇടി കിട്ടി, ബ്ലഡ് വന്നു. ആഷിഖിന് ഇഞ്ചുറി വന്നു. എനിക്ക് ഇഞ്ചുറി വന്നു, നല്ല ഇഞ്ചുറി വന്നു. നമുക്ക് ഷോൾഡർ ഇഞ്ചുറി വന്നു. കുറെ പഞ്ച് നമുക്ക് ഷോൾഡറിന് കിട്ടി, റിബ്സിന് കിട്ടി, കുറെ പഞ്ച് നമുക്ക് കിട്ടി. പ്രൊഫഷണൽ ബോക്സർ ആയതുകൊണ്ടാണ് ഇത്തരം പഞ്ച് കയറിയത്. നമുക്കപ്പോ ആ ഒരു ലെവലിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. ആള് ഭയങ്കര സ്പീഡാണ്, ഏജോറാണ്, 18 വയസ്സിന് മുന്നിലുള്ള ആളാണ്. അപ്പൊ വെയിറ്റ് കാറ്റഗറി പിന്നെ മിക്സഡ് മാർഷൽ ആർട്സ് ടൂർണമെന്റ്, ഓൾ ഇന്ത്യ മിക്സഡ് മാർഷൽ ആർട്സ് ടൂർണമെന്റ് ആയിരുന്നു. അതാണ് നമുക്ക് പ്രൊഫഷണൽ ബോക്സറിന് നമുക്ക് കിട്ടിയത്. ആഷിഖ് ഈ കൊച്ചു പ്രായത്തിൽ തന്നെ ഇപ്പം റെക്കോർഡ് അടിക്കുന്നു. അങ്ങനെ ഡെഡിക്കേഷനും ഹാർഡ് വർക്കും കൊണ്ട് ഇപ്പൊ ഒത്തിരി നേട്ടങ്ങൾ കൈവരിച്ചിരിക്കുന്നു. യുവതലമുറയോട് അല്ലെങ്കിൽ ഈ സമപ്രായക്കാരോട് എന്താണ് ഒരു സന്ദേശം നൽകാനുള്ളത്? നമുക്ക് ഈ 5ാം ക്ലാസ് മുതൽ ഈ +2 വരെയുള്ള ആൺകുട്ടികളും പെൺകുട്ടികളും നമ്മളെ മാർഷൽ ആർട്സ് അല്ലെങ്കിൽ കരാട്ടെ പ്രത്യേകിച്ച് നമ്മൾ ട്രെയിൻ ചെയ്തിരിക്കണം. എന്തെങ്കിലും ഒരു ഫിസിക്കൽ എൻഗേജ്മെന്റ് എന്തെങ്കിലും നമ്മൾ എൻഗേജ് ആയിരിക്കണം. പ്രത്യേകിച്ച് നമ്മൾ ഈ മാർഷൽ ആർട്സ് ചെയ്യുന്നതാണ് കൂടുതൽ നല്ലത്. നമ്മൾ ക്ലാസ്സിൽ പഠിപ്പിക്കുന്നത് കൂടുതൽ നമ്മൾ സമൂഹത്തിൽ എങ്ങനെ ഇടപെടേണ്ടത്, ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചാൽ ഉണ്ടാവുന്ന ഡിസീസസ് എന്തൊക്കെയാണ് നമുക്കുണ്ടാവുന്ന ഭാവിയിലുള്ള ദോഷങ്ങൾ, ദൂഷ്യവശങ്ങളും തെറ്റായ മാർഗങ്ങളിലേക്ക് കുട്ടികൾ പോവില്ല. തെറ്റായ മാർഗത്തിലേക്ക് പോകരുതെന്നുള്ള വഴി തന്നെ നമുക്ക് കാണിച്ചിട്ടത് മാർഷൽ ആർട്സിൽ തന്നെയാണ്. നമ്മളിപ്പോ ഡാൻസ് പഠിക്കുന്നത്, അതുപോലെ ഡാൻസിനെ കുറച്ച് പറയില്ല, ഡാൻസ് പഠിക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് കൂടുതൽ തന്നെ ഡാൻസിൽ നമ്മൾ ലഹരി ഉപയോഗിക്കുന്നവരുണ്ട്, മറ്റു രീതി പോകുന്നവരുണ്ട്. പക്ഷെ കരാട്ടിൽ നമുക്ക് ഒരു ലഹരി ഉപയോഗിച്ചിട്ട് നമുക്ക് നമ്മളൊരു ഞാൻ ക്ലാസ് ചെയ്യുന്നതിന്റെ ഒരു പകുതി പോലും ചെയ്യാൻ പറ്റത്തില്ല. 10 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് മാറിപ്പോയിരുന്ന് വെള്ളം കുടിക്കും, അല്ലെങ്കിൽ നമ്മൾ മാറിപ്പോയിരിക്കും. ചെയ്യാൻ പറ്റത്തില്ല. ഹ്യൂമൻ കപ്പാസിറ്റി കുറയും. സമൂഹത്തിലുള്ള മെയിൻ ഒരു ചർച്ചയാണ് കരാട്ടെ അല്ലെങ്കിൽ മാർഷൽ ആർട്സ്. അതിലേക്ക് പോയി കഴിഞ്ഞാൽ പഠിത്തം ഉഴപ്പം. അങ്ങനെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് നമ്മൾ ഉഴപ്പാത്ത രീതിയിൽ തന്നെ നമ്മുടെ ക്ലാസ്സിൽ മുന്നോട്ട് പോയ കുറെ വിദ്യാർത്ഥികളുണ്ട്. സ്പെഷ്യലി പറയുകയാണെങ്കിൽ ഗോവിന്ദ് സെന്റ് മേരീസ് സ്കൂളിലെ ടോപ്പറാണ്. 99.8% മാർക്കോടെയാണ് അദ്ദേഹം പാസ്സായത്. അതുപോലെ തന്നെ അവരുടെ വിദ്യാലയ സ്കൂൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ശ്രേയാ പറഞ്ഞ കുട്ടിയുണ്ട്, അതും ടോപ്പറാണ് സ്കൂളിലെ. പിന്നെ നമ്മൾ MGS സ്കൂൾ നോക്കുകയാണെങ്കിൽ, ഞാൻ സ്കൂൾ നോക്കുകയാണെങ്കിൽ മാളവിക എന്നൊരു കൊച്ചുണ്ട്. ആ കുട്ടിയാണ് ആ സ്കൂളിൽ അത്യാവശ്യം മാർക്കോടുകൂടിയാണ് അത് പാസ്സായിരിക്കുന്നത്. സമൂഹത്തിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു മെസ്സേജാണ് ഇവരുടെയൊക്കെ ഈ മാർക്ക്. നമുക്ക് ടാക്കിൾ ചെയ്യാനാവാത്ത ഏതൊരു കാര്യം പോലും നമുക്ക് ഈ ഭൂമിയിൽ ഇല്ലെന്ന് തെളിയിക്കുന്നവരാണ് നമ്മൾ ഈ കരാട്ടെ ട്രെയിൻ ചെയ്ത് നമ്മൾ പഠിക്കുന്നത്. ചാമ്പ്യനായി, റെക്കോർഡ് ഹോൾഡറായി, ഇനി ക്യൂകുഷിൻ കരാട്ടയിൽ എന്താണ് ഇനി അടുത്ത ലക്ഷ്യം? ക്യൂകുഷിൻ കരാട്ടയിൽ നമ്മുടെ അടുത്ത ലക്ഷ്യം എന്ന് പറയുന്നത് ബ്ലാക്ക് ബെൽറ്റ് നേടുക. അത് 5 വർഷം 8 വർഷത്തോളം നീണ്ടിരിക്കുന്ന ഒരു കഠിനം ആയ ഒരു നേടാൻ പറ്റും എന്നുറപ്പുള്ളൊരു കാര്യമാണ്. 5 വർഷം 8 വർഷമുള്ള സമയം എടുക്കും അവിടെ എത്തിപ്പെടാം. ക്യൂകുഷിൻ കരാട്ടയിൽ നമുക്ക് പെട്ടെന്ന് ബെൽറ്റ് കിട്ടാനായിട്ട് താമസം എടുക്കും, ടൈം എടുക്കും. നമ്മൾ അതിനെ നമ്മൾ ആഗ്രഹത്തോടെ നമ്മൾ ചെയ്ത് നമ്മൾ അതിന്റെ ലക്ഷ്യം കണ്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. അത് കഴിഞ്ഞ് 2ാമത്തെ ലക്ഷ്യം പറയുന്നത് നമുക്ക് വേൾഡ് ടൂർണമെന്റ് ഇറങ്ങണം, ഇന്ത്യയെ പ്രതിനിധീകരിച്ച് ഇറങ്ങണം. നമ്മൾ അത് ഇറങ്ങും, നമ്മൾ ജയിക്കും. അഭിമാനവും. ആദ്യത്തെ ടൂർണമെന്റിൽ 3 പേരായിട്ട് ഫൈറ്റ് ചെയ്യുന്നത്. ഈ ബ്ലാക്ക് ബെൽറ്റിൽ കുറച്ചുകൂടെ കഠിനമാവാൻ വേണ്ടി എത്ര പേരായിട്ടാണ് ഫൈറ്റ് ചെയ്യുന്നത്? ബ്ലാക്ക് ബെൽറ്റിൽ നമ്മൾ കഠിനമായിട്ട് ചെയ്യണമെങ്കിൽ ഒരു
20ഓളം ആൾക്കാരോട് നമുക്ക് ഫൈറ്റ് ചെയ്യേണ്ട അവസ്ഥ വരും കണ്ടിന്യൂസ് ആയിട്ട്. കണ്ടിന്യൂ ആയിട്ട്. ഉം. അത് 1 മണിക്കൂറോളം നീണ്ടു നിൽക്കും ആ ഒരു ഫൈറ്റ്. ഓക്കെ. 20 പേരായിട്ട് കണ്ടിന്യൂ ആയിട്ട് ഫൈറ്റ് ചെയ്യുമ്പോഴത്തേക്ക് എന്തായാലും 1 മണിക്കൂറോളം നമുക്ക് എടുക്കണം. ഇതിന്റെ ജീവിത ലക്ഷ്യം എന്താണ്? ഇനി അടുത്ത ലക്ഷ്യം തരുന്നത് കരാട്ടെ കഴിഞ്ഞ് നമുക്ക് ലൈഫ് ഉണ്ടെങ്കിൽ അത് നമ്മുടെ രാജ്യത്തിന് വേണ്ടി ആയിരിക്കണം. ആ. നമ്മുടെ രാജ്യത്ത് നമ്മളെ ഇന്ത്യയിലുള്ള മനുഷ്യർക്ക് വേണ്ടി അവരെ നമ്മൾ സപ്പോർട്ട് ചെയ്ത് അവരെ നമ്മൾ കൺട്രോൾ ചെയ്ത് രാജ്യസേവ. രാജ്യസേവനമാണ് നമ്മൾ കൂടുതൽ ആഗ്രഹിക്കുന്നത്. ഉം. നമ്മൾ പട്ടാളത്തിലൊരു ഉയർന്ന ഉദ്യോഗസ്ഥനായി ജോലി ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് രാജ്യസേവനം നമ്മൾ ചെയ്യുക. ഉം. അതാണ് എന്റെ അടുത്തൊരു ആഗ്രഹം. ഒരു സീനിയർ ലെവൽ മിലിറ്ററി ഓഫീസർ ആവാൻ സീനിയർ ലെവലിലെ ഉദ്യോഗസ്ഥനാണ് ആഗ്രഹം. ആഗ്രഹം. ഇപ്പം ചാമ്പ്യനായി, ഇപ്പം വേൾഡ് റെക്കോർഡ് ഹോൾഡർ ആയി. ഇനി കരാട്ടയിൽ ഇനി എന്താണ് ആശിക്ക് അടുത്ത കാണുന്ന ആദ്യ ലക്ഷ്യം? ലക്ഷ്യം എന്ന് പറയുന്നത് തന്നെ എനിക്ക് ബ്ലാക്ക് ബെൽറ്റ് നേടണം. ഉം. അതിന് വളരെ പെട്ടെന്ന് കിട്ടുന്ന ഒരു കാര്യമല്ല. കുറെ നാൾ സമയം എടുക്കും. എന്നാലും ഞാൻ എടുക്കും. അത് ബ്ലാക്ക് ബെൽറ്റ് എടുത്ത് നേടും. വീണ്ടും അത് കണ്ടിന്യൂ ചെയ്തേ പോകത്തുള്ളൂ. നമ്മൾ അവിടെ സ്റ്റോപ്പ് ആക്കുമല്ല. ബ്ലാക്ക് ബെൽറ്റ് എടുത്താൽ നമ്മൾ വീണ്ടും കണ്ടിന്യൂ ചെയ്ത് അതുപോലെ തന്നെ പോവുകയാണ്. അതിന്റെ ഹയർ ലെവലിലേക്ക് ഹയർ ലെവലിൽ എവിടെ എത്താൻ പറ്റുമോ അതിന്റെ അപ്പുറം ഞാൻ എത്തും. ആ ഒരു ലെവൽ കോൺഫിഡൻസോടെ ഞങ്ങൾ പോവാൻ. പോവാൻ. ഇനി ഭാവിയിൽ ഇന്ത്യ റെപ്രസെന്റ് ചെയ്തൊരു വേൾഡ് വേൾഡ് താരം കപ്പിൽ ഇറങ്ങണമെന്ന് ആഗ്രഹമുണ്ട്. അവരുടെ നോക്കിയാരൊന്നും നടന്നില്ല. വാർ ആയതുകൊണ്ട് നമുക്ക് പോകാൻ പറ്റിയില്ല. യുദ്ധം. അതുകൊണ്ട് പോകാൻ പറ്റില്ല. അപ്പം ഇന്ത്യ പ്രതിനിധീകരിച്ച് പോയിരിക്കും ഇന്ത്യക്ക് തീർച്ചയായും. അഭിമാനമാവാൻ അതാണ് ഭാവിയിലുള്ള നിങ്ങളുടെ ലക്ഷ്യം. അത് രണ്ടാമത്തെ ലക്ഷ്യമാണ്. ആദ്യം ബ്ലാക്ക് ബെൽറ്റ് ആണ്. ഉം. രണ്ടാമത്തെ ലക്ഷ്യമാണ് ഇന്ത്യ പ്രതിനിധീകരിച്ച് പോകണം എന്നുള്ളത്. നമ്മൾ പോകും, നമ്മൾ ചെയ്യും, ജയിക്കും.